നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഒടുവിൽ തുടർച്ചയായ 4 പരാജയങ്ങൾക്ക് ശേഷം പ്രീമിയർ ലീഗിൽ ലിവർപൂൾ വിജയിച്ചേറിയെന്നും മാത്രമല്ല ലെജൻഡ് മോസല സുപ്രധാനമായ ഒരു മൈൽ സ്റ്റോൺ പിന്നിടുകയും ചെയ്തു. 250-ാമത്തെ ഗോൾ ലിവർപൂൾ താരമെന്ന നിലയിൽ അദ്ദേഹം ഇന്നലെ നേടുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ലിവർപൂൾ വീണ്ടും പ്രീമിയർ ലീഗിൽ വിജയവഴിയിൽ. ഏകപക്ഷീയമായ 2 ഗോളുകൾക്കാണ് അവർ ആസ്റ്റൺ വില്ലയെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ലിവർപൂളിന് വേണ്ടി മോസലായും ഗ്രാവൻബെച്ചുമാണ് ഈ മത്സരത്തിൽ ഗോളുകൾ കണ്ടെത്തിയത്. ആസ്റ്റൺ വില്ലയ്ക്കെതിരെ ലിവർപൂളിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഹ്യൂഗോ എക്യുറ്റിക്കയും ഗാക്പോയും സബോസ്ലയും മോസലയും ഒക്കെ ഒരുമിച്ചാണ് ഇറങ്ങിയത്. മറുഭാഗത്ത് വാറ്റ്കിൻസ് മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ടിറങ്ങി. ഗോൾ കീപ്പറായിട്ട് എബി മാർട്ടിനസും ഉണ്ടായിരുന്നു. എന്നാൽ കളിയുടെ ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പാണ് മോസലയുടെ ചരിത്ര ഗോൾ പിറക്കുന്നത്. 250-ാമത്തെ ലിവർപൂൾ ഗോൾ. ഏതായാലും അതിന് ശേഷം രണ്ടാം പകുതിയിൽ ഗ്രാവൻബെച്ച് കൂടി ഗോളടിച്ചപ്പോൾ ഏകപക്ഷീയമായ 2 ഗോളുകളുടെ വിജയത്തിലേക്ക് ലിവർപൂൾ കടന്നുപോയി. ചെൽസി ഇന്നലെ മറ്റൊരു മത്സരം, ടോട്ടൻഹാം ഹോട്ട്സ്പറിനെതിരെ നടന്ന മത്സരം, ആ മത്സരത്തിൽ ജാവോ പെഡ്രോ ഗോളടിച്ചിരിക്കുന്നു. ഏതായാലും ജാവോ പെഡ്രോ വീണ്ടും ഗോളടിക്കുന്നു എന്നുള്ളത് ആരാധകർക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. കഴിഞ്ഞ ദിവസം പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ മരേസ്ക ജാവോ പെഡ്രോയെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു. ഒരു ഡിഫറൻറ്റ് സ്ട്രൈക്കർ പ്രൊഫൈലാണ് ജാവോ പെഡ്രോ. ഒരു സീസണിൽ 10-20 ഗോളുകൾ അടിക്കുന്ന തരത്തിലുള്ള താരമല്ല അദ്ദേഹം, ഞങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിരുന്നു. എന്തായാലും കോച്ചിൻ്റെ വിശ്വാസം അദ്ദേഹം കാത്തിരിക്കുന്നു. 34-ാമത്തെ മിനിറ്റിൽ അദ്ദേഹം നേടിയ ഗോളിനാണ് ടോട്ടനമിനെ ചെൽസി പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ പ്രീമിയർ ലീഗിൽ 10 റൗണ്ട് മത്സരങ്ങൾ കളിച്ച ആഴ്സണൽ 25 പോയിൻറ്റോട് 1ാമത് നിൽക്കുന്നു. ചെൽസി ഈ വിജയത്തോടു കൂടി 10 കളികളിൽ നിന്ന് 17 പോയിൻറ്റോട് 5ാമത് നിൽക്കുന്നു. ലിവർപൂളിൻ്റെ വിജയം അവർക്ക് 18 പോയിൻ്റ് ആക്കിയിട്ടുണ്ട്. നിലവിൽ അവർ 3ാം സ്ഥാനത്താണ്. ഇനി ഇന്നത്തെ കളികൾ കൂടി നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പോയിന്റ് പട്ടികയിൽ വീണ്ടും മാറ്റങ്ങൾ ഉണ്ടാവും. ഏതായാലും ലിവർപൂൾ വീണ്ടും വിജയവഴിയിലെത്തിയതിൽ ആരാധകർ വലിയ സന്തോഷത്തിലാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.